മഴവില്ല് തോൽക്കുന്ന അഴകിൽ പറന്നിറങ്ങുന്ന മയിലുകൾ. കഴിഞ്ഞ കുറച്ചു ദിവസമായി അടിമാലിയുടെ പരിസര പ്രദേശങ്ങളായ മന്നാങ്കാലയിലും മുക്കാലേക്കറിലുമാണ് കൂട്ടത്തോടെ മയിലുകൾ എത്തുന്നത്. ആനയും പുലിയും കടുവയും കാട്ടുപോത്തും മാത്രമല്ല, മയിലഴകുമുണ്ട് മലയോരത്ത്. ആ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മഴയ്ക്ക് മുമ്പ് മാനം കറുക്കുമ്പോൾ മയിലുകൾ പീലി വിടർത്തിയാടും. ഹരിതാഭമായ ഹൈറേഞ്ചിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന മയിലഴക്. ചിന്നാറിലും പെരിയാറിലുമൊക്കെ വനയാത്ര നടത്തുമ്പോൾ മാത്രം കാണാൻ കഴിഞ്ഞിരുന്ന ആ മനോഹര കാഴ്ചയിപ്പോൾ കാടിറങ്ങി അടിമാലിയിലേക്ക് പറന്നെത്തിയിരിക്കുകയാണ്. കാടിറങ്ങിയെത്തുന്ന മയിലുകൾ പാടത്തും പറമ്പിലും എന്നുവേണ്ട കോൺക്രീറ്റ് വീടുകളുടെ ടെറസിൽ വരെ ചിറക് വിരിച്ച് നൃത്തം വയ്ക്കുന്ന കാഴ്ച. മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടുപരിചയമുള്ള മയിലുകളെ വീട്ടുമുറ്റത്ത് ആഹാരാവശിഷ്ടങ്ങൾ കൊത്തിപ്പെറുക്കുന്നത് കാണുന്നത് അത്ഭുതവും കൗതുകവുമാണെന്ന് നാട്ടുകാർ. ഓരോരുടെ മേൽക്കൊല്ലൊക്കെ കയറിയിരുന്ന് ഇവിടെ തീറ്റയൊക്കെ ഒന്ന് എടുത്തിട്ട് വൈകുന്നേരം കാണുന്നു. ദേശീയ പക്ഷിയുടെ വിരുന്നു കൗതുകമാണെങ്കിലും പഴമൊഴിയായി കേട്ടുവളർന്ന മുതിർന്നവർക്ക് ഇത് ആശങ്ക വളർത്തുന്നു. ഈ വേനൽക്കാലത്ത് മയിൽ കൂട്ടമായി കടന്നു വരുന്നത് പണ്ടുള്ള ആളുകൾ പറഞ്ഞേക്കുന്നത് അത് വരൾച്ചയുടെ ഒരു ആരംഭമായിട്ടാണെന്നാണ് പറയുന്നത്. മയിലിന്റെ കാടിറക്കവും അപൂർവങ്ങളായ ദേശാടന കിളികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും മരുഭൂവൽക്കരണത്തിന്റെയും സൂചനയാണെന്ന് പക്ഷി നിരീക്ഷകരും പറയുന്നുണ്ട്. കുറ്റിക്കാടുകളിലും പാറക്കെട്ടുകളിലുമാണ് മയിലുകളുടെ താമസം. കുറ്റിക്കാടുകൾ ഇല്ലാതെ വന്നതും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് മയിലുകളുടെ കാടിറക്കത്തിന് കാരണമായി പറയുന്നത്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ഭീതിയിൽ കഴിഞ്ഞുകൂടുന്ന മലയോരത്തിന് ആകെയുള്ള വന്യതയുടെ ഒരു മനോഹാരിതയാണ് ഈ മയിലുകൾ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.